അല്ലേ? ശീലമായ ബുദ്ധിയിൽ സ്റ്റോറായി എന്നർത്ഥം. അപ്പൊ ഭഗവത് നാമം ശീലമായി അത് ബുദ്ധിയിൽ സ്റ്റോറായാൽ കാണുന്നതിനെല്ലാം നമുക്ക് ഭഗവാനായിട്ട് കാണാൻ പറ്റും. മാർഗം പലതുണ്ട് നമുക്ക്. അധ്യാത്മത്തിൽ പല മാർഗങ്ങളുണ്ട്. അതിനെ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് 2 മാർഗമാണ് പറയണത്. ഒന്ന് നിവർത്തി മാർഗം, ഒന്ന് പ്രവൃത്തി മാർഗം. നിവർത്തി മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞു, ഇനി അറിയാൻ ബാക്കിയൊന്നുമില്ല എന്നുള്ള ജിജ്ഞാസ നിവർത്തി. ഇനി ഒന്നും എനിക്ക് അറിയണ്ട, ഞാൻ അറിയേണ്ടതിനെ അറിഞ്ഞു. അറിയേണ്ടതിനെ അറിഞ്ഞാ പിന്നെ വേറൊന്നിനോടും മനസ്സ് പോയി അറ്റാച്ച്ഡ് ആവേയില്ല. മറ്റൊന്ന് പ്രവൃത്തി മാർഗം, അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല, സാധനാമാർഗം. പക്ഷേ ആ പ്രവൃത്തി മാർഗത്തില് ബുദ്ധിയിൽ നല്ല പോലെ ഉറക്കേണ്ടത് നിത്യ അനിത്യ ബോധം. എന്തെല്ലാം നിത്യമാണ്, എന്തെല്ലാം അനിത്യമാണ്. അപ്പോ ഒരു കഥാശ്രവണത്തിലോ ഒരു സത്സംഗത്തിലോ ഒരു സദ്ഗ്രന്ഥത്തിലൂടെയോ നിത്യത്തെയും അനിത്യത്തെയും നമുക്ക് പറഞ്ഞു തരും. ആദ്യമൊന്നും അനുഭവം വരെയില്ല, നിത്യ അനിത്യം കണ്ട ഉടനെ അനുഭവം വരെയില്ല. കാരണം കുറേ ജന്മത്തിന്റെ റിലേഷൻ നമുക്കുണ്ട്. ആരുമായിട്ടാ? ചിലരൊക്കെ അജ്ഞാതവാസം എന്ന് പറയണല്ലോ, നമ്മളൊക്കെ അജ്ഞാനവാസികളാണ്. കുറേ നാളുകൊണ്ട് ജനിച്ച തൊട്ട് ഇതുവരേക്കും അജ്ഞാനത്തിൽ പോയി വസിച്ചിരിക്കുകയാണ് നമ്മൾ. 40 കൊല്ലമൊക്കെ ജയിലിൽ കിടന്ന ആൾക്ക് വെളിയിലിറങ്ങിയ ഫ്രണ്ടിൽ ഏതെങ്കിലും കുറെ കമ്പി ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ അവർക്ക് വെളിയിലെ ആൾക്കാരെ. കാരണം പഴകിപ്പോയി. അത് പറയുമല്ലോ, മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്ക് എല്ലാം കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും. അപ്പൊ കാണുന്നതെല്ലാം സത്യമാണോ എന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? നിത്യ അനിത്യ ബോധത്തിൽ നമ്മൾ ഇപ്പൊ കാണുന്നില്ലേ ഇത് സത്യം എന്ന് വിചാരിക്കും. നമ്മള് ഇപ്പൊ ഈ ഇല കാണുന്നു, ഇലയ്ക്ക് പച്ച നിറം വരാൻ കാരണം സയൻസ് ഒന്നും അറിയില്ല, അതാണോ എന്നൊരു ഓർമ്മ. ഫോട്ടോസിന്തസിസ് ആണോ? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ് എന്ന് പറഞ്ഞ് നമ്മൾ പച്ച നിറം എന്ന് പറയണം. ഏതെങ്കിലും ഒരു പ്രാണി അതിന് പച്ച നിറത്തിലാണോ അത് കാണുന്നത്? ചില പ്രാണികൾക്ക് ശബ്ദമുണ്ട്, അത് കേൾക്കാൻ പറ്റില്ല. ചില പ്രാണികൾ കാണുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ കാണുന്നതെല്ലാം സത്യമാണെങ്കിൽ എല്ലാവരും ഒരുപോലെ കാണണ്ടേ? പ്രാണികൾ കാണുന്നത് വേറെ, മൃഗങ്ങൾ കാണുന്നത് വേറെ. ചിലരൊക്കെ തലകുത്തനെ കാണും, മൃഗങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ആണ്, ചിലർക്ക് കളർ വിഷൻ ഇല്ല. അപ്പൊ കാണുന്നതൊന്നും സത്യമേ അല്ല, ഏതോ ഒരു എന്തിനോടോ സംബന്ധപ്പെടുമ്പോ സത്യം, അല്ലേ? നമ്മളെ ബുദ്ധിക്ക് അനുസരിച്ച് സംബന്ധപ്പെട്ട് വരുമ്പോൾ കാണുന്നത് ചിലപ്പോൾ സത്യമാവും, പക്ഷെ വാസ്തവത്തിൽ അതല്ല സത്യം. അപ്പൊ ആ നിത്യ അനിത്യ ബോധം നമുക്ക് ബുദ്ധിയിൽ തെളിഞ്ഞു വരണം. ഇതാണ് പ്രവൃത്തി മാർഗം. ആ പ്രവൃത്തി മാർഗത്തിൽ നമ്മൾ എന്തു വേണം? നിത്യത്തെ അറിഞ്ഞ് ആ നിത്യത്തിനെ ഉപാസിക്കുക. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നിത്യത്തിനെ തേടുക. നിത്യത്തിനെ തേടാൻ എന്താ വഴി? മനസ്സിനെ നിത്യത്തില് നിർത്തുക. നിത്യമായിട്ടുള്ള പൊരുൾ എന്താ അറിയില്ല നമുക്ക്, അല്ലേ? ഏതോ ആത്മാവെന്ന് പറയണു, നമുക്കറിയില്ല അത് നിത്യമാണോ അനിത്യമാണോ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നത് എന്തിനു അമൃത. കൂടിയല്ല ജനിക്കണത്, ഇതൊന്നും കൊണ്ട് നമ്മൾ വന്നിട്ടില്ല, ഇതൊന്നും കൊണ്ട് നമ്മൾ പോണൂല്ല. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാണണോ കേൾക്കണോ എന്നൊക്കെ ഉണ്ട്. ഈ ടൈമില് എന്താ ചെയ്യേണ്ടതൊന്നും അറിയില്ല നമുക്ക്. അപ്പോ കുറച്ച് നല്ല കാര്യം ചെയ്യാം, ആർക്കും ദ്രോഹമില്ലാത്ത കാര്യം ചെയ്യാം. എന്താ ആർക്കും ദ്രോഹമില്ലാത്ത കാര്യം? പോയി ആരുടെടുത്തും സംസാരിക്കാതിരിക്കാം. നമ്മൾ ചിലപ്പോ നല്ലത് ചെയ്യണോ എന്നുള്ള ഭാവത്തിൽ ചിലർക്ക് ദോഷമായിരിക്കും ചെയ്യണത്. കുട്ടിക്കാലത്തിലെ കുട്ടികൾക്കെല്ലാം മുട്ടായി കൊടുത്ത് കുറച്ച് കാലം കഴിഞ്ഞാൽ പുഴുപ്പല്ല് വരണു, അല്ലേ?
വാസ്തവത്തിൽ നമ്മൾ ചെയ്തത് അറ്റാച്ച്മെന്റ് ആണ്, പ്രിയമാണ്. ആ പ്രിയത്തിന്റെ ഫലം എന്തായി? പല്ലുപോയി. വാസ്തവത്തിൽ നമ്മൾ അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മൾ അവരെ സ്നേഹിക്കണു, വാസ്തവം നോക്കി അവരെ ഉപദ്രവം. അപ്പോ സത്വസ്തുവിനോട് നമ്മൾ അറ്റാച്ച്ഡ് ആവണം. കണ്ടിട്ടില്ലാത്ത ഈശ്വരനോട് നമ്മൾ അറ്റാച്ച്ഡ് ആവണം. ആ ഈശ്വരനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് ശീലം. എന്ത് ശീലം? ഭഗവത് നാമം ജപം. ആ ഭഗവത് നാമ ജപം അതിനോട് റിലേറ്റഡ് ആയ അജ്ഞാനം പോകും. ഏതെങ്കിലും ഒരു നാമത്തിനോട് നമ്മൾ റിലേറ്റഡ് ആയ മറ്റു നാമങ്ങളൊക്കെ പോകും, അല്ലേ? ശരിയല്ലേ? ഏതെങ്കിലും ഒരു നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മളല്ല, ഞാനില്ല, നിങ്ങളൊക്കെ ആരെങ്കിലും പഠിക്കണമെങ്കിൽ ആ ടൈമിൽ ഏത് ജോലി കിട്ടിയാലും ചെയ്യാൻ തോന്നും, അല്ലേ? PSC എഴുതുമ്പോൾ ആ ജോലി കിട്ടിയാൽ കൊള്ളാം, ഈ ജോലി കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ എഴുതും. ജോലി കുറേ പേപ്പർ എഴുതിയിട്ട് ഏതോ ഒന്നിൽ ജോലി കിട്ടിയെന്ന് വെച്ചോളൂ, പിന്നെ അയാളുടെ ദൃഷ്ടി ആ ഒന്നിൽ തന്നെ ആയിരിക്കും, അല്ലേ? ഇനി പോയിട്ട് അതാണോ ഇതാണോ, പിന്നെ ആ ജോലി എന്താണോ അതിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോണത് പോലെ ഈ പരതി കിടക്കണ മനസ്സ്, ചിതറിക്കിടക്കുകയാണ് മനസ്സ്. ഈ മനസ്സിനെ ഒരേ ഒരു വസ്തുവിലേക്ക് ഒന്ന് തിരിക്കാം. ഭഗവത് നാമ ജപം എന്നുള്ളൊരു ശീലം നിത്യേന അനുഷ്ഠാനം മുടങ്ങാതെ ജപിക്കുക. ഇത്ര നാമം ജപിക്കുക, അല്ലേ? ചിലർക്കൊക്കെ ദേഷ്യം വന്ന ഉപദേശം കൊടുക്കുന്നത് നാമം ജപിക്കൂ. ഒരു സന്യാസി ദേഷ്യം വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, എനിക്ക് വലിയ ദേഷ്യം വരണു, എല്ലായിടത്തും പോയി, മാനസിക രോഗ ആശുപത്രിയിൽ വരെ പോയി, ഒന്നും ശരിയാവണില്ല, സന്യാസി എനിക്കൊരു ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, ഇനി ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യൂ, ഒരു 10 രൂപ നോട്ട് ഒരു ചെറിയൊരു കുടുക്കകത്ത് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം 1 മാസം കഴിഞ്ഞ് സന്യാസി ഇദ്ദേഹത്തിനെ കണ്ടു, ചോദിച്ചു, ഇപ്പൊ ദേഷ്യം വരാറുണ്ടോന്ന് വെച്ചോ. സ്വാമിജി, ഇറ്റ് ഈസ് സോ കോസ്റ്റ്ലി എന്ന് പറഞ്ഞു. കാരണം ദേഷ്യം വരും, കുടുക്ക നിറഞ്ഞ് പൊട്ടി കഴിയാറായി, അദ്ദേഹത്തിന് പൈസ ഇല്ലാതായി. കാരണം ദേഷ്യം കുറയ്ക്കാനുള്ള വഴി എങ്ങനെയാണ്? അതുകൊണ്ട് ഇപ്പോൾ ദേഷ്യം വലിയ വിലയാണ്, ഇപ്പോൾ വേണ്ട, അരിക്കൊക്കെ ഇപ്പൊ നല്ല വിലയാണ്, പാഴാക്കരുതെന്ന് പറയണത് പോലെ ദേഷ്യത്തിന് വലിയ വില കൂടിപ്പോയി. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിക്കും, അദ്ദേഹത്തിന് വലിയ ദേഷ്യം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പൊ ഇദ്ദേഹം വന്ന് മഹർഷിയുടെ അടുത്ത് പോയിട്ട്, എനിക്ക് ദേഷ്യം വന്നു മഹർഷി എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഭഗവാനെ ഞാൻ ഗിരിപ്രദക്ഷിണം പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. 16 കിലോമീറ്റർ ആ മലയെ ചുറ്റി വരണം. അപ്പോൾ ഭഗവാൻ എല്ലാം അറിയാം. ഭഗവാൻ പറഞ്ഞു, ரொம்ப நல்லா இருக்கு പോയി, ഇങ്ങനെ ഗിരിപ്രദക്ഷിണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ 16 കിലോമീറ്റർ നടക്കാൻ 4 മണിക്കൂർ എടുക്കും, 3 മണിക്കൂർ 4 മണിക്കൂർ. ഈ ടൈമിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് വന്ന ദേഷ്യമൊക്കെ പോയി, അല്ലേ? ഒരു ദേഷ്യം നമുക്ക് വരുമ്പോൾ, സ്പോണ്ടേനിയസ്ലി ദേഷ്യം വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് കാണും, അല്ലേ? ആ ടൈമിൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നും, അല്ലേ? അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഭഗവത് നാമം ജപിക്കുക. ഏതെങ്കിലും ഒരു വസ്തു, ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വരാം, ഇപ്പൊ ദേഷ്യം വരണോ, ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ദേഷ്യം വരണോ, ഭഗവത് നാമം വായിക്കാം, ഭഗവത്ഗീത വായിക്കാം. ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പതുക്കെ ഇല്ലാതായി വരും. പിന്നെ ദേഷ്യം ഉണ്ടാവേ ഇല്ല. ദേഷ്യം വരുമ്പോൾ പിന്നെ ദേഷ്യപ്പെടാതിരിക്കും. ചിലർക്കൊക്കെ ഇത് ഇഷ്ടമല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കും. ഇത് ഭഗവത് നാമം പാരായണം, സത്സംഗം ഇഷ്ടമല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കാൻ നോക്കും. ഇതൊരു വഴി, ഉപായം. മഹർഷിയുടെ അടുത്ത് വീണ്ടും ദേഷ്യത്തിനെ പറ്റി ചോദിക്കണമുണ്ട്. എന്നെ ഇങ്ങനെ അവർ പറയണല്ലോ, ഇങ്ങനെ അവർ പറയണല്ലോ. ഈ വേദാന്ത ശ്രവണം കേട്ടവരുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർക്ക് ആരെടുത്തും പോയി ദേഷ്യപ്പെടാനോ ഒന്നും പറ്റില്ല അധികം. പക്ഷെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അജ്ഞാനവാസം എന്ന് പറഞ്ഞില്ലേ, മുമ്പത്തെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അതാണ് നമുക്ക് വലിയൊരു ഒരു കോൺട്രഡിക്ഷൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഭഗവാനെ കന്ന പിന്നെ തിട്ടാം ഭഗവാനെ, എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചീത്ത പറയണോ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്നെ പണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീയും അവർ കൂടെ ചേർந்துക്കോ. അവരെല്ലാം നിന്നെ ചീത്ത പറയണുണ്ടല്ലോ, നീയും അവരുടെ ചേർന്ന് നിന്നെ ചീത്ത പറഞ്ഞോ. കാരണം അവര് നിന്നെ സഹായിക്കുകയാണ്. എന്തുകൊണ്ട്? നിന്റെ അഭിമാനം കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ നീ കൂടെ ചേർന്ന് നിന്ന് നിന്നെ ചീത്ത വിളിച്ചാൽ നിന്റെ അഭിമാനം പതുക്കെ പോവും.
ഏ അപ്പൊ അതുകൊണ്ട് നമ്മൾ അഭിമാനം ഇല്ലാതാവണം, അഭിമാനം ഇല്ലാതായി മാറണം. അതിന് എന്തു വേണം? ഭഗവത് നാമം ജപം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? അൺനെസസറി ടോക്ക് പോവാതിരിക്കുക. ഏതെങ്കിലും ഒരു ദേഷ്യം വന്ന ഭഗവത് നാമം ജപിക്കുക. ഇത് ബുദ്ധിയിൽ പതുക്കെ പതുക്കെ സ്റ്റോറായി വരും, അല്ലെ? പേടി വരുമ്പോ ഏതോ മന്ത്രം ജപിക്കാൻ പറയും. മന്ത്രം ജപിച്ചുകൊണ്ട് പേടിയൊന്നും മാറൂല, പക്ഷെ ആ മന്ത്രം പണിയെടുക്കും. അതുപോലെ ബുദ്ധിയിൽ സ്റ്റോർ ആവും അത്. ഈ മന്ത്രം ജപിച്ചാൽ എനിക്ക് പേടി വരില്ല എന്ന് സ്റ്റോർ ആവും. പേടി പതുക്കെ പോണത് പോലെ ദലന്തി ദീകുല്യ സരണിഷു പതന്തി വിജയതാം. ദീകുല്യ സരണിഷു പതന്തി. അങ്ങനെ ബുദ്ധിയില് നിത്യ അനിത്യ ബോധം വന്ന എന്താ ഫലം എന്ന് വെച്ചാ സംസാര ഭ്രമണ പരിതാപോപശമനം. ഈ സംസാര ചക്രത്തിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റും. കാരണം നമ്മൾ വീണ്ടും വീണ്ടും പോയി കുഴിയിൽ ചാടില്ല. സത്സംഗമാകുന്ന പുഴയിലൂടെ ഒഴുകി വന്ന് ബുദ്ധിയാകുന്ന തടത്തിലെ ഈശ്വരനാമം ബുദ്ധിയാകുന്ന തടത്തിൽ നിന്നാൽ ഈ സംസാര താപത്തിൽ നിന്ന് നമുക്ക് രക്ഷ. വിമുക്ത ദുഃഖാഹ സുഖിനോ ഭവന്തു. ഏത് സഹസ്രനാമത്തിലാ വരണത്? സങ്കീർത്ത നാരായണ ശബ്ദമാത്രം. ഏതിലാ? വിഷ്ണു സഹസ്രനാമത്തിൽ സങ്കീർത്ത നാരായണ ശബ്ദമാത്രം എന്ന് വെച്ചാ ഭഗവത് നാമം, നാരായണം എന്നുള്ളൊരു ശബ്ദമാത്രം, അതുമാത്രം മതി. എന്തിനാ? വിമുക്ത ദുഃഖാഹ സുഖിനോ ഭവന്തു. ഈ ദുഃഖത്തിൽ നിന്നും നമ്മൾ കരകയറാൻ, ദുഃഖത്തിൽ നിന്നും നമുക്ക് കരകയറണമെങ്കിൽ ഭഗവത് നാമം വേണം. ആ ദുഃഖത്തിനെയാണ് സംസാരം എന്ന് പറയുന്നത്. ഭാര്യയ്ക്ക് പേരുണ്ട് സംസാരം. തമിഴില് ഭാര്യയ്ക്ക് പേരാണ് സംസാരം. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കേണ്ട സംസാര ഭ്രമണ, അല്ലേ? ഭാര്യ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ എടുത്ത് കറക്കണു. അതുകൊണ്ടായിരിക്കും ചിലപ്പം സംസാരം എന്ന പേര് വന്നിരിക്കണത്, അല്ലേ? സംസാര ഭ്രമണ താപോപശമനം. ഈ ഇട്ട് കറക്കുകയാണ് നമ്മൾ. അപ്പൊ ഈ കറക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണം, അല്ലേ? എങ്ങനെ രക്ഷ നേടാൻ പറ്റും? സത്സംഗം. വേറെ വഴിയില്ല. ഭർത്താവിനെ അടുത്ത് കിണറ്റിയിടാൻ പറ്റില്ല, ഭാര്യയെ അടുത്ത് കിണറ്റിയിടാൻ പറ്റില്ല. അതൊന്നും നിത്യമേ അല്ല. നിത്യമായ വസ്തുവിനെ നമ്മൾ കേൾക്കുക, ശ്രവണം ചെയ്യുക, സത്സംഗത്തിൽ പങ്കെടുക്കുക, നാമസങ്കീർത്തനത്തിൽ ശ്രദ്ധ കൊടുക്കുക. ഭർത്താവ് ചീത്ത പറഞ്ഞോട്ടെ, പതുക്കെ നാമസങ്കീർത്തനം ചെയ്യാം. അടിക്കാൻ വന്നോട്ടെ, നാമസങ്കീർത്തനം ചെയ്യൂലേ? പ്രഹ്ലാദനൊക്കെ അതാണ് ചെയ്തത്. ഹിരണ്യകശിപു വന്ന് വെള്ളത്തിൽ പിടിച്ചിടാൻ നോക്കി, ഒന്നും പറ്റിയില്ല. അഗ്നിയിൽ പിടിച്ചിട്ട് നോക്കി, ഒന്നും പറ്റിയില്ല. എവിടെ നോക്കിയാലും എല്ലാത്തിനെയും സർവത്തിനെയും ഈശ്വര സർവഭൂതാനാം, എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കണ്ടു, തൻ്റെ നാരായണനായിട്ട് കണ്ടപ്പോൾ ഒന്നും അയാൾക്ക് ഹാമേ വന്നില്ല. എന്തുകൊണ്ടാ? സത്സംഗത്തിന്റെ ഫലം. ആരാ സത്സംഗം നടത്തിയത് അവിടെ? പ്രഹ്ലാദന്. ഗർഭശ്രീമാൻ എന്ന പേര് പ്രഹ്ലാദന്. കാരണം ഗർഭിണിയായിരിക്കുമ്പോഴേ എന്ത് ചെയ്തു? നാരദൻ ഉപദേശിച്ചു, ഭഗവത് നാമം ഉപദേശിച്ചു, നാരായണ മന്ത്രം ഉപദേശിച്ചു. ഗർഭിണിയായിരിക്കുമ്പോൾ നമുക്ക് നാരദനെ പോലെ ഇരിക്കണം, അല്ലെ? സർവജ്ഞാനി, സർവത്തിനെയും ഈശ്വരനായിട്ട് കാണുന്ന നാരദൻ എവിടെ വേണോ നാരദന് പോവാം, ഇല്ലേ? ഭയമുണ്ടോ നാരദന്? നേരെ ദേവലോകത്തുനിന്ന് സ്ട്രെയിറ്റ് ഗോയിങ് ടു അസുരലോകത്തിൽ. അസുരന്മാർക്ക് അറിയാം ഇത് ദേവലോകത്തു നിന്നാണ് വരണത്, എന്തോ ന്യൂസും കൊണ്ട് വരണാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ നാരദൻ അസുരലോകത്ത് വന്നു. ഇനി ഹിരണ്യകശിപുവിന്റെ ദേശത്തിൽ വന്നിട്ട് അടുത്ത് പോയി ഹിരണ്യകശിപുവിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ, അല്ലേ, ആ വയറ്റില് അടുത്തിരുന്നിട്ട് ഉപദേശിച്ചു, ഭഗവത് നാമം ഉപദേശിച്ചു. അതിൻ്റെ ഫലം എന്തിനാ ഇത്? ഈ സദ്ഗ്രന്ഥങ്ങളൊക്കെ ഇതൊക്കെ കാണിച്ചു തരണേ എന്താന്ന് വെച്ചാ, നമുക്കും ഉണ്ട് ഗർഭിണികള്, അല്ലേ? വീടുകളിലും അടുത്തൊക്കെ കാണാം.
അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഭഗവത് നാമത്തെയോ സഹസ്രനാമത്തെയോ ഒക്കെ പാരായണം ചെയ്യോ? ആ, സീരിയൽ കാണും, ഫോൺ നോക്കും, അല്ലേ? ഫോണിൽ എന്തെങ്കിലും പാട്ട് കേൾക്കും. ഇതൊക്കെയാണ് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാലും വരണതേ. അപ്പൊ പ്രസവിക്കാനായിരിക്കണപ്പോ അവർക്കൊക്കെ ഈ പ്രസാദം കൊടുക്കുക, ഭഗവത് നാമം കൊടുക്കുക, കുട്ടികൾ നാമസങ്കീർത്തനം ചെയ്തു തുടങ്ങും. ഇതാണ് നമുക്ക് ഭാവിയിലുള്ള തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഉപദേശം, അല്ലേ? ഇതായിരിക്കണം ഉപദേശം. ഇനി എങ്ങനെ കുട്ടി ജനിക്കണം എന്ന് കൂടെയും പറയുന്നുണ്ട്. അതിഥി എന്നൊരു അമ്മ, ഭാഗവതത്തിൽ കഥയാണ്. അതിഥി എന്നൊരു അമ്മ, അവര് അതിഥിയാണോ ഒരു ഡൗട്ടുണ്ട്, പേരൊന്നും നോക്കണ്ട, നമ്മൾ അതിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. ആ അമ്മ പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ എനിക്ക് പുത്രനായിട്ട് ജനിക്കൂ ഭഗവാനെ. തപസ്, കഠിനമായ തപസ് ചെയ്തു, എനിക്ക് പുത്രനായിട്ട് ജനിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇവരെ വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുത്തു. എന്താ ഉപദേശം എന്ന് വെച്ചാൽ, നിന്റെ ഭർത്താവിനെ എന്നെ തന്നെ ആയിട്ട് കാണൂ, നിന്റെ ഭർത്താവിനെ എന്നെ തന്നെ ആയിട്ട് കാണൂ, എന്നെ തന്നെ ആയിട്ട് ഉപാസിക്കൂ, നിന്നിൽ ഞാൻ കുട്ടിയായിട്ട് നിന്റെ ഗർഭപാത്രത്തിൽ ഞാൻ പ്രവേശിക്കും എന്ന് പറഞ്ഞു. ഇതൊരു ഉപാസനയാണ്, അല്ലേ? ഏതോ ഭഗവാൻ ആകാശത്ത് നിന്ന് വന്ന് ഗർഭപാത്രത്തിൽ വീഴുമെന്ന് വിചാരിക്കേ വേണ്ട. നമ്മള് ആ സങ്കല്പത്തില്, ശുഭസങ്കല്പത്തിലൂടെ ഒരു ഗർഭധാരണം വന്നാൽ കൂടിയും അത് സമൂഹത്തിന് ഉയർച്ചയ്ക്ക് വരും. സ്വാമി വിവേകാനന്ദനെ പറയണു, ഏതൊരു കുട്ടിയാണോ ഭഗവതാരാധനയിൽ ജനിക്കാത്തത്, ഭക്തി ചെയ്ത് ജനിക്കാത്തത്, പ്രിയത്തിന്റെ ഫലമായിട്ട് ജനിക്കാത്തത്, അത് ഈ സമൂഹത്തിന് തന്നെ വലിയൊരു കുഴപ്പം ചെയ്യണ കുട്ടിയായിരിക്കും. സമൂഹത്തിന് തന്നെ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട കുട്ടിയായിരിക്കും. നോക്കൂ, ഭഗവത്ഗീതയിൽ നോക്കൂ, മാംസപിണ്ഡത്തിനെ വെട്ടി കുടത്തിലിട്ട് ഉണ്ടാക്കിയവർക്ക് ഏതെങ്കിലും ഒരാൾക്ക്, പേരിനെങ്കിലും ഒരാൾക്ക് ദയ, കാരുണ്യം എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? ആനന്ദത്തിന്റെ ഫലത്തിലുണ്ടായ കുട്ടികൾക്ക് ദയയുണ്ട്, കാരുണ്യം, റിലേഷൻഷിപ്പിന്റെ വാല്യൂ മനസ്സിലാവണം. അച്ഛനാണ്, അമ്മയാണ്, അല്ലേ? നമ്മളെ സംസ്കാരം നോക്കൂ. എവിടെ പറഞ്ഞ് മരിച്ചു പോയാൽ എന്താ, നമ്മളെ കുറെ ആൾക്കാർ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞിട്ട് മരിച്ചു പോയാൽ എന്തിന് ശ്രാദ്ധം? ഉള്ളപ്പോ ഒന്നും കൊടുത്തില്ല, ഇല്ലാത്തപ്പോ കൊടുക്കാൻ പോണു എന്നൊക്കെ പറയും, അല്ലേ? ഇത് പ്രിയമാണ്. ഒരാളുടെ ഉള്ളപ്പോഴും അഭാവത്തിലും അയാളെ സ്നേഹിക്കണു. ഇത് ഈ സംസ്കാരം നമ്മുടെ മതത്തിലേ ഉള്ളൂ. ഉള്ളപ്പോഴും നമ്മൾ സ്നേഹിക്കണു, ഇല്ലാത്തപ്പോഴും ആ സങ്കല്പം, പ്രിയത്തെ നിലനിർത്തുകയാണ് നമ്മൾ, അല്ലേ? അവർക്കൊന്നും ഒരു ഗുണവും ഇല്ല, പക്ഷെ നമുക്ക് ഗുണമുണ്ട്. അമ്പലത്തിൽ പോയി ഒരു ശിവലിംഗത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രിയം ചെയ്ത ആ ശിവലിംഗത്തിൽ ഒന്നും വരാനില്ല. ആർക്കാ പരിവർത്തനം? നമുക്കാ പരിവർത്തനം വരണത്. ഭഗവാനൊന്നും നേടേണ്ട ആവശ്യമില്ല. ഇന്ന് 10 പേര് വന്ന് എന്നെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, പോറ്റി പറയും. ഇന്ന് 10 പേര് വന്നെങ്കിൽ 10 രൂപ കിട്ടി എന്നെ എന്ന് പറയും. പക്ഷെ ഭഗവാൻ പറയോ? ഇല്ല. അത് കാണാൻ വരുമ്പോൾ നമുക്കാണ് ഉള്ളിൽ പരിവർത്തനം നടക്കുന്നത്. ആ പരിവർത്തനം എന്ത് ചെയ്യണോ? സംസാര ഭ്രമണ പരിതാപോപശമനം, സംസാര ചക്രത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. ചക്രം, അല്ലെ? കാശിന് ചക്രം എന്നൊരു പേരുണ്ട്, മലയാളത്തിൽ ചക്രം എന്ന് പറയും കാശിന്, അല്ലെ? എന്താ അത്? നിൽക്കേയില്ല, അല്ലെ? കറങ്ങിക്കൊണ്ടേയിരിക്കും. മീൻകാരിയുടെ കയ്യിലിരിക്കുന്നതായിരിക്കും അമ്പലത്തിലാണ്, അല്ലെ? മീൻകാരി ബാലൻസ് കൊടുത്ത കാശായിരിക്കും കൊണ്ട് അമ്പലത്തിൽ അടുത്ത ദിവസം വരണത്, പോറ്റിക്ക് കൊടുക്കുന്നത്, അല്ലേ? കാശിനെ പോലെ നമുക്ക് ഇരിക്കാൻ പറ്റിയെങ്കിൽ, അല്ലേ? ആരുടെങ്കിലും ആണെന്ന് പറയണുണ്ടോ കാശ്? ഞാൻ ഇയാളുടെ കാശാണെന്ന് ആരെങ്കിലും പറയോ? കാശ് പറയോ? കാശിന് വാല്യൂ ഉണ്ട്, അല്ലേ? വാല്യൂ ഇല്ലാതിരിക്കില്ല. പക്ഷേ അത് ആരെടുത്തും ഒട്ടലില്ല. ആരെടുത്തും പോയി ഞാൻ ഇയാളുടെ കാശാണ്, ഞാൻ അയാളുടെ കാശാണ്, ഞാൻ മോഹൻലാലിന്റെ കയ്യിലിരിക്കുന്ന കാശാണ്, ഞാൻ മമ്മൂട്ടിയുടെ കാശാണ്, ഞാൻ പിച്ചക്കാരന്റെ കാശാണ്, ഒന്നും പറയില്ല. കാരണം എന്താ? അതിന് ഒട്ടലില്ല, തമ്മിൽ ആരെടുത്തും ഒട്ടലില്ല. അങ്ങനെ ഇരിക്കണം നമ്മൾ. സംസാര ഭ്രമണ പരിതാപോപശമനം, ആ ചക്രം പോലെ ഇരിക്കണം. ചക്രത്തിൽ നിന്നും രക്ഷ നേടണം. സംസാര ചക്രത്തിൽ നിന്നും, വിഷമത്തിൽ നിന്നും. സംസാരം എന്ന് പറഞ്ഞാൽ അസാരേ സംസാരേ നിജ ഭജന ധൂരേ,
ശിവാനന്ദ ലഹരി തന്നെ ഒരു ശ്ലോകമാണ്, അസാരേ സംസാരേ, ഒരു സാരവും ഇല്ലാത്തതാണ് സംസാരം. നിസാരം എന്നൊക്കെ നമ്മൾ പറയണതിന് എന്താ അർത്ഥം പറയണത്? തുച്ഛം എന്ന് പറയും അല്ലെ. വാസ്തവത്തിൽ നിസാരം എന്ന് പറഞ്ഞാൽ ഒരു സാരവും ഇല്ലാത്തത്. ഈ ഒരു സാരവും ഇല്ലാത്തടുത്ത് നമുക്ക് എന്തൊക്കെയോ തോന്നണു, എന്തോ സാരമുള്ളത് പോലെ തോന്നണു അല്ലേ? സംസാരം, ആ വാക്ക് ഇംഗ്ലീഷിൽ തന്നെ നോക്കി നോക്കൂ, സംസാരം, കുറച്ച് സാരം അല്ലേ? സാരമില്ലെങ്കിൽ ആരും ലൗകികമായിട്ടൊന്നും പോയില്ല. കുറച്ചെങ്കിലും ഒരു ആനന്ദമില്ലെങ്കിൽ ആരെങ്കിലും പോയി ഐസ്ക്രീം കുടിക്കോ, ബീച്ചിൽ പോവോ ഒക്കെ ചെയ്യോ? ആനന്ദമുണ്ട്, പക്ഷെ ആനന്ദം നിലനിൽക്കണില്ല. എപ്പോഴും ഐസ്ക്രീം നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ഐസ്ക്രീം കഴിച്ചാൽ ഡോക്ടർ പറയും ഷുഗർ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. പിന്നെ ഐസ്ക്രീം കണ്ടാലേ വേണ്ട. ചിലരൊക്കെ ഉണ്ട്, അവരുപയോഗിക്കുമ്പോൾ വരയ്ക്കും അല്ല ആവാം പറയും. അവരെപ്പം നിർത്തണോ അതിനുശേഷം പറയും ഇത് നല്ലതല്ല കേട്ടോ നിർത്തണം. അവർ തുടർന്നുകൊണ്ടിരുന്നോ പറയും, പല സാരങ്ങൾ പറയും. ഈ എവിടെന്നെങ്കിലൊക്കെ കോട്ട് ചെയ്ത് ഉപനിഷത്തൊക്കെ എടുത്തിട്ട് കണ്ടില്ലേ ഒന്നും കുഴപ്പമില്ല എന്ന് പറയും. എപ്പോൾ അവർ നിർത്തണോ അതിനുശേഷം മറ്റുള്ളവരെയും കൂടെ നിർത്താൻ വേണ്ടി നോക്കും. എന്താന്ന് വെച്ചാൽ നമുക്ക് ശീലമല്ലേ, വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊന്ന് എത്തി നോക്കി കറണ്ട് ഇല്ല എന്നറിഞ്ഞ ഒരു സമാധാനം അല്ലേ, അപ്പുറത്തുണ്ടെങ്കിലോ സമാധാനക്കേട് വന്നു. അതുപോലെ നമ്മളിതായി അവരെയും കൂടെ ആക്കണം എന്ന് തോന്നും. എല്ലാവരെയും ആക്കാൻ ശ്രമിച്ചാണ് ഒന്നും ആവാത്തത് അല്ലേ? ചിലർക്ക് എന്തെങ്കിലും കേട്ടാൽ ഉടൻ ആൾക്കാർക്ക് കൊടുക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ആൾക്കാരെ രക്ഷിക്കണം. അവൻ രക്ഷയാവണ്ടേ? അവനാര് രക്ഷ തരും? കേൾക്കണതിനെ കൊടുക്കലല്ല, കേൾക്കണതിനെ അപ്ലൈ ചെയ്ത് അനുഭവമായിട്ടിരിക്കലാണ് അധ്യാത്മം. കൊടുത്തുകൊണ്ടൊന്നുമില്ല. ചിലർക്ക് പെട്ടെന്ന് കിട്ടണം, ഒരു ജപം മന്ത്രം കിട്ടിയ സംസാര ഭ്രമണ താപോപശമനം, ഒരു 108 ജപിച്ചിട്ട് എൻ്റെ സംസാര ചക്രത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണം. എന്നിട്ട് ഞാൻ വിചാരിക്കും അയ്യോ രക്ഷപ്പെട്ടിട്ടില്ല, ഇതൊന്നും വർക്കാവില്ല. ചിലർക്ക് ഗുരു മന്ത്രം ഉപദേശിച്ചു കൊടുത്താൽ ഗുരു ചോദിക്കും എന്തായി ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കും എന്താന്ന് വെച്ചാൽ അയാളെ വിചാരം ഗുരു മന്ത്രം കൊടുത്തിട്ട് ഇയാൾക്ക് വേണ്ടി ഗുരു ജപിക്കും എന്നാണ്. ഇയാളെടുത്ത് ജപിക്കൊന്നുമില്ല. നിത്യത്തിനെ അറിയുമ്പോഴാണ് ഈ സംസാരത്തിൽ നിന്ന് നമ്മുടെ ഉയർച്ച ഉണ്ടാവണത്. പെട്ടെന്ന് കിട്ടുമെന്ന് നോക്കും. കുറച്ച് താമസിച്ച് കിട്ടിയ അല്ലേ, 2 ഇഡ്ഡലി തിന്ന ആൾക്ക് വിശപ്പ് മാറിയില്ല, 1 ഇഡ്ഡലിയും കൂടെ കൊടുക്കും. വീണ്ടും വിശപ്പ് മാറിയില്ല, 1 ഇഡ്ഡലിയും കൂടെ കൊടുക്കും. 6 ഇഡ്ഡലി കഴിച്ചപ്പോൾ ഇയാൾക്ക് വിശപ്പ് മാറി. അപ്പൊ ഇയാൾ പറയാണ് ആദ്യം ഈ 6ാമത്തെ ഇഡ്ഡലി കഴിച്ചാൽ മതിയായിരുന്നു. ആദ്യമേ ഈ 6ാമത്തെ ഇഡ്ഡലി കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ വിശപ്പ് മാറിയല്ലേ. ഈ സാധന എന്നുള്ളൊരു പദ്ധതി അത്ര എളുപ്പമല്ല. പറയുമ്പോൾ എളുപ്പമാണ്, ഭഗവത് നാമം എടുത്ത് ജപിച്ചോളൂ നിങ്ങൾക്ക് മുക്തി ഉണ്ടാവും. പക്ഷേ ജപം ചെയ്ത് എത്രയോ കാലമായി അതിൽ ഒരു പഴക്കം വന്നു കഴിഞ്ഞ് നാമം രൂപം എല്ലാം ഒന്നായി മാറി. അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ട്, എന്തുണ്ട്? ജപമുണ്ട്. അങ്ങനെ തന്നെ എടുക്കാം. ഭാതി പ്രകാശിക്കണോ, എന്ത് പ്രകാശിക്കണോ? ജപം പ്രകാശിക്കണോ. പ്രിയം, എന്തിനോട് പ്രിയം അല്ലെ? ജപിച്ച് ശീലിച്ച ആൾക്ക് ജപിച്ചില്ലെങ്കിൽ എന്തോ ഒരു സഫക്കേഷൻ വരണോ. അപ്പോ ജപം അതൊരു പ്രിയം. നാമം രൂപം, ജപം തന്നെ നാമമായി രൂപമായി. അപ്പോ സദ്ഗുരു പിന്നെ എന്ത് ചെയ്യണു? മനസ്സ് ഈ 5 കാര്യത്തിൽ പോയി നിൽക്കണു. അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം. സദ്ഗുരു നാമം രൂപത്തിനെ പതുക്കെ അങ്ങോട്ട് മാറ്റണം. നാമം എന്ന് പറയുന്നത് ഒരു നാമം അല്ലേ? നമഃശിവായ എന്നൊരു നാമം. ആ നാമത്തിനെ ജപിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്, ആ നാമത്തിനെ മാറ്റണം. പിന്നെന്താ? രൂപം. അതിലൂടെ ഏതോ ഒരു ധാരണ അല്ലേ? പ്രഭാനന്ദ സ്വാമി ഇങ്ങനെ ഇരിക്കണു, ഒരു ധാരണയുണ്ട് നമുക്ക്. ആ സ്വാമിയെ മനസ്സിൽ കണ്ടുകൊണ്ടേ ജപിക്കണം. അപ്പൊ ജപിക്കണത് ഞാനാണ്. പ്രഭാനന്ദ സ്വാമിയെ കാണുമ്പോൾ ആനന്ദിച്ചത് ഞാനാണ് അല്ലേ? ജപം ഞാനാണ്. എൻ്റെ ഉള്ളിലെ പരാവാക്കാണ് ജപം, വെളിയിൽ ജപമായിട്ട് വരണത്.
അപ്പോൾ വെളിയിലുള്ളതിനൊക്കെ ഇല്ലാതാക്കുമ്പോൾ ഉള്ളിൽ ആനന്ദം അനുഭവിച്ച ഒരു വസ്തുവിലേക്ക് തിരിക്കലാണ്. അപ്പോൾ ആ രൂപത്തിനെയും അങ്ങോട്ട് മാറ്റി നാമത്തിനെയും അങ്ങോട്ട് മാറ്റിയ പിന്നെ എന്തുണ്ട് മിച്ചം? അസ്ഥി ഭാതി പ്രിയം, സത്ത് ചിത്ത് ആനന്ദം. ആരനുഭവിച്ചു? ഞാൻ അനുഭവിച്ചു. ജപം ചെയ്തപ്പോൾ ഒരു ധാരണയിൽ പ്രഭാനന്ദ സ്വാമി വന്നു. പക്ഷെ ഫസ്റ്റ് ജപം വേണം, ഫസ്റ്റ് രൂപം വേണം, നാമം വേണം. പ്രഥമം പ്രതിമാപൂജ. പ്രഭാനന്ദ സ്വാമി തന്നെ പറഞ്ഞതാണ്, പ്രഥമം പ്രതിമാപൂജ, മധ്യമം നാമസങ്കീർത്തനം. എന്താ ഉത്തമം മാനസീ പൂജ. ഉത്തമം മാനസീ പൂജ, സോഹം പൂജ ഉത്തമോത്തമം. ആദ്യം നമുക്ക് പ്രതിമാപൂജ, പ്രഥമം പ്രതിമാപൂജ. ആദ്യത്തെ വഴി എന്താ? ഭക്തി ചെയ്യല്. ആ ഭക്തിക്ക് നാമം രൂപം, ഒരു പ്രതിമയ്ക്ക് നാമം ഇടുന്നു, രൂപമിടുന്നു. രണ്ടാമത് ആ നാമരൂപത്തിന് സങ്കീർത്തനം ചെയ്യണത്. എന്താ അത്? മധ്യമം നാമസങ്കീർത്തനം. മൂന്നാമത് എന്താ? മാനസീ പൂജ. ആ നാമം രൂപമൊന്നും ഇല്ലെങ്കിലും ഒരു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ പോലെയും ജപം ചെയ്തുകൊണ്ടിരിക്കും. ഉത്തമം മാനസീ പൂജ, ഉള്ളിലും മനസ്സിലും. ഇപ്പൊ പൂജകന്മാരൊക്കെ ചെയ്യുമ്പോഴേ മാനസ പൂജ ഉണ്ട്. ആപാത്മന ജലം കൽപ്പയാമി. ഇവിടെ ഒന്നും ജലമൊന്നുമില്ല, പക്ഷേ ഈ വിരലില് ജലത്തെ കൽപ്പിക്കും. സർവ ആഭാത്മന, സർവ ജലസ്രോതസ്സുകളെയും എൻ്റെ വിരലിൽ കൽപ്പിക്കും. പൃഥ്യാത്മന ഗന്ധം കൽപ്പയാമി. പൃഥ്വി ഗന്ധം. ആകാശാത്മന പുഷ്പം കൽപ്പയാമി. ആകാശത്തിനെ സങ്കല്പിച്ച് പുഷ്പം. ഇതൊക്കെ മാനസീ പൂജയാണ്. എന്നുവെച്ചാൽ പുഷ്പത്തിലൊന്നും ആകാശമില്ല. ആകാശമുണ്ട്, അത് സൂക്ഷ്മം. എങ്കിലും പുഷ്പം കണ്ട ആകാശം എന്ന് ആരും പറയില്ല. പക്ഷെ പുഷ്പത്തിനെ ആകാശമായി സങ്കല്പിക്കുന്നു. പൂജ എന്ന് പറയുന്നത് തന്നെ സങ്കല്പമാണ്. ആദ്യം ഒരു നാമം രൂപത്തിൽ സങ്കല്പിക്കണു. രണ്ടാമത് നാമം സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിനെ കൊടുക്കണു, സങ്കല്പം ചെയ്യണു. മൂന്നാമത് മനസ്സിൽ ആ രൂപത്തെ നാമത്തെയൊക്കെ സങ്കല്പം ചെയ്യണു. നാലാമത് മനസ്സ്. സങ്കല്പം ചെയ്യണമെങ്കിൽ മനസ്സ് വേണമല്ലോ. ആ മനസ്സ് ആരാണെന്ന് ആരാഞ്ഞു നോക്കണോ, അതിനെയാണ് സോഹം പൂജ. ഐ ആം ദാറ്റ്. ഞാൻ ആര് എന്ന് ചിന്തിക്കണു. ദാറ്റ് ഈസ് സോഹം. സോഹം സ്ഫൂർത്തിതയാ അരുണാചല ശിവ പൂർണോ വിഭാതി സ്വയം. മഹർഷി തന്നെ പറഞ്ഞു സോഹം. ആദ്യം കോഹം, ഞാൻ ആരാണെന്ന് നോക്കി. പിന്നെ അറിഞ്ഞു ഈ കോഹം ആണ് എന്ത്? നാമസങ്കീർത്തനം. ഞാൻ ആര് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഉപായം. അറിഞ്ഞു കഴിഞ്ഞാൽ സോഹം, ഐ ആം ദാറ്റ്. ആനന്ദം. മഹാവാക്യമാണത്. സോഹം. സോഹം സ്ഫൂർത്തിതയാ. അകത്ത് ഞാൻ ആര് എന്ന് അറിഞ്ഞവന് സ്ഫൂർത്തി, അഹം സ്ഫൂർത്തി ഉള്ളില് തെളിഞ്ഞു കാണുന്നു. അഹം വൃത്തിയല്ല. അഹം വൃത്തിയാണ് വെളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഞാൻ എന്നുള്ള അഹങ്കാരം. അഹം സ്ഫൂർത്തി എന്ന് പറയുന്നത് എൻ്റെ സ്വരൂപത്തിൻ്റെ ലക്ഷണം. സോഹം സ്ഫൂർത്തിതയാ അരുണാചല ശിവ പൂർണോ വിഭാതി സ്വയം. അരുണാചല ശിവനാണ് എൻ്റെ ഉള്ളില്. ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു നർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. അഹം അഹം ഇതി നൃത്യസിപോഹോ തേവതന്തി ഹൃദയം നാമ. എൻ്റെ ഉള്ളില് അരുണാചല ശിവൻ നർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ വരണു? ഭഗവത് നാമ സങ്കീർത്തനത്തിലൂടെ. പ്രഥമം പ്രതിമാപൂജയിലൂടെ. ദ്വിതീയം മധ്യമം നാമസങ്കീർത്തനം. ഉത്തമം മാനസീ പൂജ. സോഹം പൂജ ഉത്തമോത്തമം. അപ്പോ ആ ഞാൻ ആരെന്ന് അറിയണതാണ് ഉത്തമത്തിലും ഉത്തമം. ആ അറിവ് വന്നു കഴിഞ്ഞാൽ സംസാര ഭ്രമണ പരിതാപോപശമനം. സംസാര
താപത്തിൽ നിന്നും നമ്മൾ മുക്തനായി മാറും. അങ്ങനെ മുക്തമാക്കണത് എന്താ? ശിവ ആനന്ദലഹരി. ആ മുക്തമാക്കാൻ തക്കതായിട്ടുള്ള, മുക്തിക്ക് തക്കതൊരു ഉപദേശം, അല്ലേ? ആ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് നമുക്ക് ശങ്കരാചാര്യർ തന്നിരിക്കുന്നത് ശിവാനന്ദ ലഹരിയായിട്ട് ഈ ഗ്രന്ഥം. ആ ശിവാനന്ദ ലഹരിയുടെ ഫലം എന്താ? സംസാര ഭ്രമണ പരിതാപോപശമനം, അല്ലേ? ഇതിലെന്താ? ഭഗവത് നാമമാണ് ശിവ 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 ശിവ. ഇതിനെ അറിഞ്ഞാൽ, നിത്യത്തിനെ അറിഞ്ഞാൽ, ശിവത്തെ അറിഞ്ഞാൽ സംസാര ഭ്രമണ താപോപശമനം. ശിവാനന്ദ ലഹരി മച്ചേതോ ഹൃദിഭുവി വസന്തി. നമ്മളെ മനസ്സ് പൂർണ്ണമായിട്ട് എന്താവണു? ശിവമായി മാറുന്നു. ഈ ലഹരിയില് മനസ്സ് പൂർണ്ണം. ഒരു വസ്തുവിനെ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്ന മനസ്സ് ആ വസ്തുവായിട്ട് ലയിക്കും. മനസ്സ് സ്വരൂപത്തെ, സോഹം, അതിനെ ജപം ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ ആര്, എൻ്റെ സ്വരൂപം ഇതാണ്, അനന്തമാണ് എന്ന് ജപം ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ മനസ്സ് അതായിട്ട് മാറും. മച്ചേതോ ഹൃദിഭുവി വസന്തി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, അല്ലേ? അല്ലാതെ 10 പേര് ഓടാൻ നിൽക്കണു, ഒരാൾ ജയിച്ചു. വഴിയിൽ നിന്ന് മാനേജ്മെന്റ് കോഴ്സൊക്കെ നമുക്ക് പഠിപ്പിക്കണില്ലേ? അടുത്ത ആളുടെ പോക്കറ്റിലെ കാശ് എങ്ങനെ നമ്മളെ പോക്കറ്റിലാക്കാം, ഇതാണോ ജയം? അതല്ല ജയം, അത് വലിയ പരാജയമാണ്. വാസ്തവത്തിലെ ജയം ഭഗവത് നാമത്തിലൂടെ മുക്തി. സങ്കീർത്ത നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖാഹ സുഖിനോ ഭവന്തു. ആരാ പറഞ്ഞു കൊടുക്കണമെന്നറിയോ? ഭീഷ്മര് യുധിഷ്ഠിരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ? വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിലിരിക്കണു. ആ മഹാഭാരതത്തില് ഭീഷ്മൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. യുധിഷ്ഠിര പ്രശ്ന, യുധിഷ്ഠിരന്റെ ചോദ്യമാണ്. എന്താ? കിം ജപൻ മുച്യതേ ജന്തുഹു ജന്മസംസാരബന്ധനാത്. ഈ സംസാരബന്ധത്തിൽ നിന്നും ആരെയാണ് നമ്മൾ ജപിക്കേണ്ടത്? ഈ ബന്ധം നിന്നും മാറാൻ വേണ്ടിയിട്ട്, ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് ആരെ ജപിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണോ? ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം. ജഗത്തിന് പ്രഭു, ജഗത്തിനെ പോയി നമ്മൾ കാണണോ, അല്ലേ? ജഗത്തിന്റെ പ്രഭുവിനെ അറിയണം. അതാരാ? എന്തിനാ ജഗത് പ്രഭും എന്ന് യൂസ് ചെയ്തേന്നറിയോ? ജഗത്ത് ഈ കാണപ്പെടുന്നത്, പ്രഭും കാണണവൻ. ജഗത്തിന് സാക്ഷി ആരാ? ഞാൻ തന്നെ. ആരാ ജഗത്തിനെ കാണുന്നത്? ഈശ്വരനാണോ? ഞാനല്ലേ കാണുന്നത്. ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമൻ. എന്റെ സ്വരൂപം എന്താ? അനന്തമാണ്, ആനന്ദമാണ്. ഞാൻ പുരുഷോത്തമനാണ്, പുരുഷന്മാരിൽ ഉത്തമനാണ് ഞാൻ. എന്നിട്ട് മുടിവില് അവസാനത്തിൽ പറയണു എന്താ? വിഷ്ണു സഹസ്രനാമത്തിൽ അവസാനം സങ്കീർത്ത നാരായണ ശബ്ദമാത്രം. നാരായണം എന്ന് പറഞ്ഞ നാരം അയണം ഇതി നാരായണം. നാരം അയണം ഇതി നാരായണം. നാരം എന്ന് പറഞ്ഞ വഴി കാട്ടുക, സത്തിലേക്കുള്ള വഴി. നാരം പരമാത്മ നാരം പരമാത്മലക്ഷ്യകം. പരമാർത്ഥത്തെ ലക്ഷ്യമാക്കിയിട്ട് ജ്ഞാനം ദദാതീതി നാരദ. നാരദന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പരമാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് നാരദൻ. നാരദൻ ആരാ? സദ്ഗുരുവാണ്. ഗുരു എന്ത് ചെയ്യണോ? നമ്മളെ പരമാർത്ഥത്തിലേക്ക് കൊണ്ടുപോകണു. അതിനെയാണ് വിജയം. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി വന്നിട്ട് അവൻ ജയിച്ചു, ഇവൻ ജയിച്ചു, അവൻ ഫസ്റ്റ് എത്തി, ഇവൻ ഫസ്റ്റ് എത്തി എന്നില്ല. സ്പിരിച്വാലിറ്റിയിൽ ആരൊക്കെ വീഴണോ അവനെല്ലാം ഫസ്റ്റ്. ആരൊക്കെ ഭഗവത് നാമം ജപിക്കണോ, ആരൊക്കെ ഭഗവത് നാമത്തിലൂടെ മുക്തി നേടണോ, അവനില് ഇവൻ ഫസ്റ്റ് കയറി, ഇവൻ ഫസ്റ്റ് കയറി എന്നൊന്നുമില്ല. കയറിയത് മുഴുവൻ, അല്ലേ? 10 വർഷം മുമ്പ് കത്തിച്ചു വെച്ച തീയായാലും ഇപ്പൊ കത്തിച്ച തീയായാലും തൊട്ടാ ഒരുപോലെ പൊള്ളും, അല്ലേ? ഇത് പഴക്കം ചെന്ന തീയാണ്, കുറച്ച് കൂടുതലാണ് പൊള്ളണമെന്നില്ല. അതുപോലെ ജ്ഞാനത്തെ നമ്മൾ അറിഞ്ഞാ, എപ്പോ നമ്മുടെ സ്വരൂപത്തെ അറിഞ്ഞാ അത് അതായിട്ട് തന്നെ നിൽക്കും. അവിടെ വലിപ്പ ചെറുപ്പമില്ല, ലെവലില്ല. അധ്യാത്മത്തിൽ പല വർഷങ്ങൾ കൊണ്ട് നിൽക്കുന്നത് ആളെന്നൊന്നുമില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ ഒരു ദീപം പോലെ
പ്രജ്വലിതമായിരിക്കും. അതിനെയാണ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ സംസാര താപത്തിൽ നിന്നും കരകയറണതിനെയാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത്. അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ നമ്മുടെ വിജയം നമുക്ക് എങ്ങനെ നേടാം എന്ന് ഈ മന്ത്രം നമുക്ക് പറഞ്ഞു തരണു. തുടർന്ന് നമുക്ക് കാണാം.